आप भी मौसम का मजा लीजिए। മസ ആയാന്നോ മോദിജി? മസ മസ മസക്കലി മൊത്തം മജ്ജായിട്ടിരിക്കല്ലേ ഇവിടെ അല്ലേ? ഇതാണ് പറഞ്ഞത് എൻ്റെ പൊന്ന് ജി ഇടക്കൊക്കെ ഒന്ന് നാട്ടിലിറങ്ങണം എന്നുള്ളത്. ഇപ്പം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ ഡൽഹിയിലെ അവിടുത്തെ ക്ലൈമറ്റ് പൊല്യൂഷൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഈ നാട്ടിലെ സകലമായ ആൾക്കാർക്ക് പറയാം. അവിടുത്തെ AQI ഒക്കെ കയറി 500ൻ്റെ 600ൻ്റെ ഒക്കെ മേലെ എന്താ പറയുക റേറ്റിംഗ് കാണിക്കുന്ന സമയത്താണ് നമ്മുടെ മോദിജി നമ്മുടെ എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഒക്കെ മസ അല്ലേ എന്ന് പറഞ്ഞത്. सेवा का कोई प्रकल्प, सेवा का कोई काम आदरणीय प्रधानमंत्री जी की लंबी आयु और उनके स्वास्थ्य के लिए जरूर वहां पर उनकी तस्वीर मां के चरणों के पास लगा करके उनको आशीर्वाद जरूर दिलाएं। എന്തൊരു അവസ്ഥ അല്ലേ? നമ്മുടെ മോദിജി ഇന്ന് രാവിലെ പാർലമെൻറ്റ് അതായത് വിൻ്റർ മീറ്റിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം രാവിലെ വന്നിട്ട് ഒരു പത്രസമ്മേളനത്തിൽ പത്രസമ്മേളനം വെച്ചപ്പോൾ ഞെട്ടണ്ട. പത്രസമ്മേളനം ഞാൻ ഉദ്ദേശിച്ചത് പ്രസ് മീറ്റിംഗ് പ്രസ് കോൺഫറൻസ് ഒന്നും അല്ല. മോദിജി നിന്ന് കാര്യങ്ങൾ പറയും, കേട്ടിട്ട് പത്രങ്ങൾ ക്ലിക്ക് ചെയ്തോളാം അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്തോളാം, അല്ലാതെ ചോദ്യോത്തരവേള അല്ല കേട്ടോ. അത് നമ്മൾ 12 കൊല്ലമായിട്ട് നമ്മുടെ ആ വഴിക്ക് നമ്മൾ പോയിട്ടില്ല, ഇത് പോവില്ല. അപ്പം ഈ പറഞ്ഞ പത്രസമ്മേളനത്തിൽ മോദിജി തുടങ്ങിയത് ഇങ്ങനെ അതായത് എങ്ങനെയുണ്ട് ഡൽഹിയിലെ ക്ലൈമറ്റ്, അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ എന്നാണ് ചോദിച്ചത്. അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഡൽഹിയിലെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഡൽഹി ഭരിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ രേഖാജി എങ്ങനെങ്കിലുമൊക്കെ രേഖാജിനെ പൊക്കിക്കൊണ്ടുവരണമെങ്കിൽ മോദിജിക്ക് ഇങ്ങനത്തെ നല്ല ഡയലോഗ് അടിച്ചേ പറ്റുള്ളൂ. കാരണം രേഖാജി പൊക്കുന്ന പൊക്ക് മോദിജിന് എന്താണെന്ന വിചാരം? ഇതൊക്കെയാണ്. दिलों की चोरी करता है मोदी और हम सबका दिल उन्होंने चुराया हुआ है. വോട്ട് ചോരിയല്ല, മനസ്സ് ചോരുന്നു എന്നാണ് പറഞ്ഞത്. BJP മോദിജിയും ആളുകളുടെ മനസ്സാണ് കട്ടെടുക്കുന്നത് മക്കളെ, വോട്ടല്ല. ഇങ്ങനെയും പറഞ്ഞു നടക്കുന്ന ഒരു മുഖ്യമന്ത്രിനെ പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള പൊല്യൂഷൻ്റെ കാര്യത്തിൽ പിന്നെ മോദിജി മസ എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയും? അപ്പോൾ അതവിടെ നിൽക്കട്ടെ, തുടക്കം മാത്രമാണ്. ഇതിനുശേഷം നമ്മുടെ ജി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് മക്കളെ. ड्रामा करने के लिए जगह बहुत होती है, जिसको करना है करते रहें। यहाँ ड्रामा नहीं, डिलीवरी होनी चाहिए. അതായത് പാർലമെന്റ് ഓൾറെഡി ബീഹാറിൽ തോറ്റ് അതിൻ്റെ ദേഷ്യം തീർക്കാൻ ആരും പാർലമെന്റിലോട്ട് വരണ്ട. ഇവിടെ വന്നിട്ട് കാര്യപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കണം, വെറുതെ ഡ്രാമ കളിച്ച് പോകരുത്. सदन के माध्यम से राष्ट्र को भी लाभान्वित करेंगे और इसलिए मेरा आग्रह रहेगा कि हम इन चीजों को गंभीरता से लें. ड्रामा करने के लिए जगह बहुत होती है, जिसको करना है करते रहें. यहां ड्रामा नहीं, डिलीवरी होनी चाहिए. नारे के लिए भी जितने नारे बुलवाने हैं वो पूरा देश खाली पड़ा है. जहां पराजित होकर के आए वहां बोल चुके हो, जहां अभी पराजय के लिए जाने वाले हो वहां भी बोल दीजिए. लेकिन यहां तो नारे नहीं, नीति पर बल देना चाहिए और वो आपकी नीयत होनी चाहिए. അതായത് മോദിജി ഇന്ന് പറഞ്ഞ കാര്യം, പ്രതിപക്ഷം വെറുതെ നാടകം കളിക്കുകയാണ്. SIR, BLOയുടെ മരണം, അതല്ലെങ്കിൽ വോട്ട് കളവ്, ഇതൊന്നുമല്ല നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ ഡെലിവറി ചെയ്യണം, നമ്മൾ കാര്യങ്ങൾ നടപ്പിലാക്കണം. അവിടെയാണ് ഈ പ്രതിപക്ഷം നിങ്ങൾക്ക് പറ്റുന്നത്. നിങ്ങൾ SIRൽ കൂടെ വോട്ട് കട്ടുപോണ്, അല്ലെങ്കിൽ അവിടെ വോട്ട് കട്ട ആൾക്കാരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊണ്ടുവരും. നിങ്ങൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നു, എന്നിട്ട് വല്ലതും കിട്ടിയോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത്, നമ്മളവിടെ ഡെലിവറി ചെയ്തു. ഈ പറഞ്ഞ നിങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അവിടെ നടത്തി കാണിച്ചു. SIR നടത്തി, ഞങ്ങൾ വോട്ട് വെട്ടി, ഞങ്ങൾ വോട്ട് ചോരി ചെയ്തു, ഞങ്ങൾ വോട്ട് കട്ടു, ഞങ്ങൾ ഈ പറഞ്ഞ പൈസ കൊടുത്തു, എന്നിട്ട് ഞങ്ങൾ വോട്ട് കട്ടു. ഇങ്ങനെ ഡെലിവറി ചെയ്യും. നിങ്ങളിങ്ങനെ പ്രതിപക്ഷം വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാതെ ഇങ്ങനെ മോദിജിനെ കണ്ട് പഠിക്കും. ഞങ്ങൾ ചെയ്യുന്നതും ജിയുടെ പട മൊത്തം ചെയ്യുന്നതും കണ്ട് പഠിക്കണം എന്നാണ് മോദിജി തുടങ്ങിയത്. മോദിജി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ड्रामा करने के लिए जगह बहुत होती है, जिसको करना है करते रहें. यहाँ ड्रामा नहीं, डिलीवरी होनी चाहिए. മോദിജി പറഞ്ഞത് കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് ഡ്രാമ കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളില്ലേ? നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാനും ഡ്രാമ കളിക്കാനും നിങ്ങൾക്ക് പ്രതിഷേധിക്കാനൊക്കെ പുറത്തു പോകും. പാർലമെന്റിൽ നിങ്ങൾ ചെയ്യരുത്. പാർലമെന്റിൽ നിങ്ങൾ ഡെലിവറി ചെയ്യണം. നിങ്ങൾ കാര്യങ്ങൾ നടപ്പിലാക്കണം. എന്താണ് 10 മിനിറ്റ് കൊണ്ട് 15 ബില്ല് പാസ്സാക്കണം.
പിന്നെ നിങ്ങൾ ഈ പറയുന്ന SIR ആൾക്കാരെ വോട്ട് കട്ട് ചെയ്തു നിങ്ങൾ ഇവിടെ വന്ന് പറയും, ഞങ്ങൾ അവിടെ കട്ട് ചെയ്ത് ഡെലിവറി ചെയ്തു, ഞങ്ങളത് കാണിച്ചു തന്നു നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇതോ വോട്ട് കട്ടുണ്ട് അല്ലെങ്കിൽ വോട്ട് കളവ് ചെയ്യുന്നുണ്ട്, ആൾക്കാരെ കയറ്റുന്നുണ്ട്, ബ്രസീലിയൻ മോഡലിന് ഇറക്കണ്ടേ എന്നൊക്കെ നിങ്ങൾ ഇവിടെ പറയും. നിങ്ങൾ ഇവിടെ അത് പറഞ്ഞ് പ്രതിഷേധിക്കും, ഞങ്ങൾ അവിടെ അത് ചെയ്ത് കാണിക്കും, ഞങ്ങൾ വോട്ട് കക്കും, ഞങ്ങൾ വോട്ട് വെട്ടും, ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വരെ ഇവിടെ ആളിറക്കി വോട്ട് ചെയ്യിക്കും. അതാണ് ഡെലിവറി ചെയ്ത് കാണിക്കണം. ഞങ്ങളത് കാണിക്കും, നിങ്ങൾ പ്രതിഷേധിക്കും. ഇതിലൊന്നും വലിയ കാര്യമില്ല, ഞങ്ങളത് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് മോദിജി വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. അല്ലാണ്ട് പ്രിയങ്ക ഗാന്ധി ഇന്ന് അതിനെതിരെ സംസാരിച്ചിട്ടോ ഭയങ്കരമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എൻ്റെ പൊന്നു മോദിജി, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്ന യഥാർത്ഥ ഡ്രാമ ആക്ടർ നിങ്ങളാണ്. നിങ്ങൾ കാണിക്കുന്ന ഡ്രാമകളാണ് ഈ രാജ്യത്തെ പാവപ്പെട്ട ചങ്കി കുഞ്ഞുങ്ങൾ അതിന് കൈയടിച്ചുകൊണ്ടിരിക്കും. പിന്നെ കുറേ നേതാക്കന്മാരും കുറേ ബിസിനസ്സുകാരും അവർക്ക് കിട്ടേണ്ട പോക്കറ്റ് കുമ്പ നിറയ്ക്കണമെങ്കിൽ അത് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം പ്രിയങ്ക ഗാന്ധി ഇതിനെതിരെ പ്രതിഷേധിച്ച കുറച്ച് കാര്യങ്ങൾ, സംസാരിച്ച കാര്യങ്ങൾ അത് കേട്ടു നോക്കുക. Speaking about issues, raising issues is not drama. Drama is not allowing discussion. Drama is not having a democratic discussion about issues that matter to the public. I suggest that urgent issues, like what you said, pollution, other issues, SIR, which are it is a huge issue for democracy. What is going on? Whether it's the election situation or the SIR, these are huge issues. Let's discuss them. What is Parliament for? Let's discuss them. Let them have a discussion. It's not drama. Speaking about issues, raising issues is not drama. Drama is not allowing discussion. Drama is not having a democratic discussion about issues that matter to the public. We've spoken about pollution. Why are we not raising it? Why are we not allowed to? Today I've asked for 0 hour on it. Why are we not allowed to discuss these things? അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പാർലമെന്റിൽ ഇരിക്കുന്ന ഒരു വേട്ടാവളിയന്മാർക്കും എന്താണ് അവിടെ ചെയ്യേണ്ടത് സംസാരിക്കേണ്ട അറിയില്ല. കുറേ രാമരാജ്യം ഉണ്ടാക്കണമെന്ന് പറയും, കുറേ ഇല്ലാത്ത കണക്കുകൾ നിങ്ങളുടെ മുമ്പിലോട്ട് വെട്ടുതരും, ഒരേ ഇല്ലാത്ത നമ്മൾ നടപ്പിലാക്കാത്ത ഫോറിൻ പോളിസീസുകളുടെ കണക്കുകൾ നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ച് തരും, GDP-യിലെ കള്ളക്കണക്കുകൾ കയറ്റിയിട്ട് പാവപ്പെട്ട ചങ്കികളെ പറ്റിക്കും. ഇതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രാമരാജ്യം കെട്ടാൻ വേണ്ടിയിട്ട് രാമക്ഷേത്രത്തിൽ കൊടി പൊക്കാനും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പൊക്കാനും നമ്മൾ പോകും. ഇതൊക്കെയാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക. അല്ലാണ്ട് പാർലമെന്റിൽ ഇരുന്നിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. പിന്നെ മറ്റ് പല ബില്ലുകളിലെ ഭേദഗതികൾ നിങ്ങൾ വരുത്തും, ഞങ്ങൾക്ക് അനുകൂലമായിട്ടുന്ന എല്ലാ രീതിയിലുള്ള നിയമ നിർമ്മാണങ്ങളും ഞങ്ങൾ ചെയ്യും. ഇതാണ് ഞങ്ങൾ ചെയ്യുക, ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും അവിടെ കിടന്ന് കളിച്ചോ എന്നാണ് ഈ ഒരു ഭരണപക്ഷത്തിൻ്റെ ഒരു സ്റ്റാൻഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. നമ്മൾ ജനാധിപത്യത്തിനെ കൊന്നേ എന്ന് പറഞ്ഞില്ല, ചത്തു, അതാണ് സത്യം. ജനാധിപത്യമൊക്കെ ഏതോ കാലം ചത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിലെ ഇവന്മാർ ഒരു കാലം ഒരു കുളം കുത്തി അവസാന ശ്രീലങ്ക പോലെയും നേപ്പാൾ പോലെയൊക്കെ എല്ലാം കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസരത്തിൽ നമ്മുടെ ചങ്കികളൊക്കെ ചാണകക്കുഴിയിൽ നിന്നൊക്കെ എണീറ്റ് വരും, അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിലെ തവളകൾ പുറത്തോട്ട് ചാടി വരും. അപ്പോഴാണ് രാജ്യം അല്ലെങ്കിൽ ലോകത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ന് പാർലമെൻറ്റ് സമ്മേളനത്തിൽ നമ്മുടെ മോങ്ങിജി തുടങ്ങിയത് ഇങ്ങനായിരുന്നു. അത് കഴിഞ്ഞ് മോദിജി ഇന്നിപ്പോൾ ഞാൻ സത്യം വിചാരിച്ച മോങ്ങിജിനെ അവിടെ വിചാരിച്ചില്ലായിരുന്നു. മൂപ്പര് വല്ല വിദേശ ടൂറൊക്കെ അടിക്കുന്ന വിചാരിച്ചിരുന്നത്. എപ്പോഴെങ്കിലും കാണ്ടലും സംക്രാന്തിക്കൊക്കെ ഒന്ന് വന്നിരിക്കാറ്. എന്നിരുന്നാലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യുന്നതിൻ്റെ മുമ്പ് 10 മിനിറ്റ് ഇരുന്ന് മൂപ്പര് എണീറ്റ് പോകാറുണ്ട്, അങ്ങനെ സ്ഥിരം ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം എന്തോ കുറച്ച് നേരമൊക്കെ ഇരുന്നതായിട്ട് കണ്ടു. അതുമാത്രമല്ല, പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾക്കെതിരെ ഇന്ത്യ സഖ്യത്തിലെ പല നേതാക്കളും ഇന്ന് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത് കണ്ടു. അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് എന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇവിടെ കിടന്ന് വെറുതെ കണകുണ വർത്തമാനം പറയല്ല വേണ്ടത്. ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ്സിനെ പറ്റിയൊക്കെ പുള്ളി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷെ അതൊന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. We have listed the issues on priority, starting from SIR, the Delhi blast, the labor courts, the federal issues, the rural distress, unemployment. And I also quoted the Parliamentary Affairs Minister having said that he is ready to discuss on a wider issue of reforms, electoral reforms. Let him bring that wider issue. Let us discuss electoral reforms, the status of the electoral politics in this country. Jitna baar bola hai, money power hai, muscle power hai, let us discuss. And SIR also can be brought inside that. No problem. എന്ത് കറക്റ്റായിട്ടാണ് പുള്ളി കാര്യങ്ങൾ പറഞ്ഞത്. അതായത് നമ്മൾ ഇവിടെ പ്രയോറിറ്റി ആയിട്ട് നമ്മളൊരു പാർലമെൻറ്റിൽ ചേരുന്ന സമയത്ത് അവിടെ പ്രയോറിറ്റൈസ് ചെയ്യണം, അവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. പ്രയോറിറ്റി ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഡൽഹി ബ്ലാസ്റ്റിനെ പറ്റി. അതിനെപ്പറ്റി പ്രയോറിറ്റി അല്ലെങ്കിൽ ആഴ്ചത്തെ ലിസ്റ്റിൽ ഈ സംഭവം ഡിസ്കഷനിൽ വെച്ചിട്ട് പോലുമില്ല. പിന്നെയുള്ളതാണ് SIR-ൻ്റെ ഇഷ്യൂസ്. SIR-ൽ ഏകദേശം 10-25 ആളുകളുടെ മേൽ മരിച്ചു കഴിഞ്ഞു. ഒരുപാട് സ്ഥലത്ത് ആളുകളെ കണ്ണടച്ച് കട്ട് ചെയ്ത് പോകണ വിവരങ്ങൾ നമ്മൾ കണ്ടു. ബംഗാളിലും അതുപോലെ തന്നെ UP-യിലെ പല സ്ഥലങ്ങളും മുസ്ലിങ്ങളുടെ വോട്ട് കട്ട് ചെയ്യണമെന്ന്
ഈ പറഞ്ഞ എന്താ പറയുക BLOസിന് ഇൻസ്ട്രക്ഷൻ വരെ കിട്ടി, ഈ ഡിസ്കഷൻ വേണം. നമ്മളത് ചെയ്യില്ല. അത് ചെയ്ത് കഴിഞ്ഞ് നമ്മളായിട്ട് ചെയ്യിക്കുന്ന ചെറ്റത്തരം നമ്മൾ അവിടെ ഡിസ്കഷൻ എടുക്കുമോ? അത് നമ്മൾ അവിടെ എടുത്തിട്ടില്ല. പിന്നെ പുതിയ ലേബർ ലോസിനെ പറ്റി കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊല്യൂഷൻ, ഡൽഹി ബ്ലാസ്റ്റ്, ഡൽഹി പൊല്യൂഷൻ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. വോട്ട് ചോരി എന്തായാലും നമ്മളവിടെ എടുക്കാൻ പോകുന്നില്ല. നമ്മുടെ മോങ്ങിജി അല്ലെങ്കിൽ കൂട്ടക്കാർ ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് നമ്മൾ തൊടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത്തരം വലിയ വലിയ പോയിന്റുകൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പൊന്ന് ബ്രിട്ടാസെ, അതല്ലെങ്കിൽ പൊന്ന് പ്രതിപക്ഷ നേതാക്കളെ. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും അവിടെ ഒരു കാര്യമില്ല. നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നിയ 12 ബില്ല് വരെ ഞങ്ങൾ പാസ്സാക്കും. അത് നമ്മൾ മൺസൂൺ സെഷനിൽ നമ്മൾ കണ്ടതാണ്. എന്താണ് ഈ ഭരണം അല്ലെങ്കിൽ ഈ ഭരണ സംഘം ഇരിക്കുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടാണ്. അപ്പം ഇതിനെതിരെ ഇന്ന് പലരും ഇപ്പം ഇന്ന് കാര്യമായിട്ട് എന്താ പറയുക, മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, കഴിഞ്ഞ 11 വർഷമായിട്ട് സർക്കാർ പാർലമെന്റിൽ എന്താ പറയുക ഒരു തരത്തിലുള്ള മര്യാദകളും കാണിക്കുന്നില്ല. ഒരു കാര്യത്തിലും ഒരു തരത്തിലുള്ള മര്യാദകൾ കാണിച്ചിട്ടില്ല. മൺസൂൺ സമ്മേളനത്തിൽ 15 മിനിറ്റ് താഴെ കൊണ്ടാണ് ഏകദേശം 12ഓളം ബില്ലുകൾ പാസ്സാക്കിയത്. കർഷക വിരുദ്ധ നിയമങ്ങൾ, പിന്നെ മണിപ്പൂരിലെ വിഷയം എന്നിവ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിൻ്റെ ചർച്ച വരെ പ്രധാനമന്ത്രി മൗനം പാലിച്ചത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ എന്താ പറയുക, രാജ്യത്തെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സാമ്പത്തിക അസമത്വം തുടങ്ങിയ യഥാർത്ഥ വിഷയങ്ങൾ പാർലമെന്റിൽ ചർച്ച ചെയ്യാറ് പോലുമില്ല. ഇനി എങ്ങാനും ഇത് ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പായിട്ട് മോങ്ങിജി ഒരു പോസ്റ്റ് അങ്ങോട്ടിടും. അതായത് ഇന്ത്യയുടെ GDP കുതിച്ചുയരാന്നും പറഞ്ഞിട്ട്. അതേ സ്ഥാനത്ത് നമ്മളെ വിലക്കയറ്റം കൂടുന്നുണ്ട്, തൊഴിലില്ലായ്മ കൂടുന്നുണ്ട്, സാമ്പത്തിക അസമത്വം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫോറിൻ പോളിസീസ് നമുക്കില്ല, ഫോറിൻ നിക്ഷേപങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ കള്ളക്കണക്ക് കാണിച്ചിട്ട് നമ്മൾ GDP കുത്തനെ കാണിക്കുന്ന ഒരു പ്രത്യേക തരം പ്രതിഭാസമാണ് നമ്മുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇന്ന് കുറേ പേര് ഇപ്പം എന്താ പറയുക, ഗൗരവ് ഗൊഗോയ് പറഞ്ഞ കാര്യമുണ്ട്. അതായത് പ്രധാനമന്ത്രി ഈ ഇന്ത്യൻ പാർലമെന്റിനെ ഹൈജാക്ക് ചെയ്തിരിക്കുക എന്നാണ് പുള്ളി പറഞ്ഞത്. സത്യമായിട്ടുള്ളതാണ്. ലോക്സഭയിലെ കോൺഗ്രസ് ഉപനേതാവായിട്ടുള്ള ഗൗരവ് ഗൊഗോയ് പറഞ്ഞു, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം പാർലമെന്റ് ഈ ആഴ്ച അജണ്ടയിൽ ഉൾപ്പെടുത്തണം എന്നായിരുന്നു പുള്ളിയുടെ ഒരു കാര്യപ്പെട്ട ആവശ്യം. പക്ഷേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ പാർലമെന്റിൽ ആ ചർച്ച എടുത്തിട്ട് പോലും ഇല്ല. ഇപ്രാവശ്യം കാര്യപ്പെട്ട ഒരു ചർച്ചകൾ എടുത്തിട്ടില്ല. നമ്മൾ വിചാരിച്ചു ഇങ്ങനത്തെ ചർച്ചകളൊക്കെ എടുക്കും, പക്ഷെ ഒന്നും തൊട്ടിട്ടില്ല. നമ്മളിപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെയും ഇവിടെയും തൊടാത്ത വേറെ കുറേ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇതുപോലെ വന്നിട്ട് മസ അല്ലേ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒല്ലക്കമല്ല ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഇത് കണ്ടിട്ട് വിജൃംഭിച്ച് ജീവിച്ചിരിക്കുന്ന കുറച്ച് ചങ്കിപ്പടയും പുള്ളിയുടെ പിന്നിലും കൂട്ടത്തിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പാർലമെന്റ് സെഷൻ്റെ ആദ്യത്തെ സെഷൻ്റെ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ. അപ്പോഴേക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രതിപക്ഷം ബഹളമായി. അതോടുകൂടി അതവിടെ നിർത്തിവെച്ച് ആകെ 15 ദിവസം ഇപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് എന്താ പറയുക സെഷനാണ് ഈ വർഷത്തെ. ഏതായാലും ഒരു കാര്യങ്ങളും നടക്കാൻ പോണില്ല നമ്മുടെ രാജ്യത്തെ. നിങ്ങൾ ജനാധിപത്യം, നിങ്ങൾ അതാണ് ഇതാണ് പാർലമെന്റ്. ഒരു സത്യം പറഞ്ഞാൽ പാർലമെന്റൊക്കെ പൂട്ടിക്കെട്ടി BJPയുടെ എന്താ ഈ ഓഫീസിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളായിട്ട് തീരുമാനിക്കുന്നതാവും ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ലത്. അങ്ങനെ തീരുമാനിച്ച് രാജ്യം കുളം കുത്തി കഴിയുമ്പോഴൊക്കെ അവസാനം കുത്തി നെല്ലിപ്പലക വരെ പൊട്ടുമ്പം നമുക്ക് പുറത്തോട്ട് ചാടാം എല്ലാവർക്കും കൂടെ കേട്ടോ.